നമസ്കാരം. ഇതുവരെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ. തൃശൂർ രാമനിലയത്തിൽ നിർണായക രാഷ്ട്രീയ കൂടിക്കാഴ്ച. എം കെ രാഘവൻ എം പി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെയാണ് കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. എം കെ രാഘവനുമായിട്ട് എന്ത് രഹസ്യ കൂടിക്കാഴ്ച? നമ്മുടെ എം പി അല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ. രാഘവനോട് സംസാരിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് KPCC ഉപസമിതി വെച്ചു. ഉപസമിതി അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എം കെ രാഘവൻ കോൺഗ്രസ്സിന് എന്നും ഒരു അസറ്റ് തന്നെയാണ്. അത് എന്നോടൊപ്പം 10 വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ എൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു വീഴ്ച ഉണ്ടായതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്തായാലും KPCC ഇങ്ങനൊരു സമിതിയെ വെച്ചിരിക്കുകയാണ്. ആ സമിതി കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, എം കെ രാഘവൻ എം പിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതും പരസ്യ പ്രതിഷേധമൊക്കെ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും നേതൃത്വം ഇടപെട്ടതോടെ അതിനെല്ലാം ഒരു അയവ് വന്നിരുന്നു. താൽക്കാലിക പരിഹാരമായിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഇത് രഹസ്യ കൂടിക്കാഴ്ച അല്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം 24-മായി പങ്കുവച്ചോ? പ്രവിത, ഇതൊരു രഹസ്യ കൂടിക്കാഴ്ചയല്ല എന്ന് പറയുമ്പോൾ പോലും തീർത്തും രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയാണ് ഈ രാമനിലയത്തിൽ നടന്നിട്ടുള്ളത്. നേരത്തെയും തൃശ്ശൂർ രാമനിലയം പല രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇടമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ എം കെ രാഘവൻ ഈ തൃശ്ശൂർ രാമനിലയത്തിലെത്തി ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് മറ്റു പരിപാടികളൊന്നും തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല. രാവിലെയും നമ്മൾ ചില വാർത്താ സംബന്ധമായ ആവശ്യത്തിന് ഈ രാമനിലയത്തിലെത്തിയതാണ്. ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം ഇവിടെ ചിലവഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രമേശ് ചെന്നിത്തല ഈ രാമനിലയത്തിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ രാമനിലയത്തിലെത്തി രമേശ് ചെന്നിത്തലയുടെ മുറിയിൽ വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത്. ആ സമയത്ത് ഈ രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു, സഹപ്രവർത്തകരുണ്ടായിരുന്നു. ഇവരെല്ലാവരും മുറിയിൽ ഇരിക്കെ തന്നെ ഈ മുറിയിൽ നിന്ന് മാറി ഈ രാമനിലയത്തിലെ റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂർ നേരം ഇരുവരും തമ്മിൽ സംഭാഷണം നടത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൽ ഈ മാടായി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അടക്കമുള്ള വിഷയം ചർച്ചയാവുകയും ചെയ്തു. ഇതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയോട് നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരണം തേടിയത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എം കെ രാഘവനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അദ്ദേഹം പാർട്ടിയിൽ തന്റെ സഹപ്രവർത്തകനാണ്, ഏറെക്കാലം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ തെറ്റില്ല. നിലവിൽ ഉയർന്നു വന്ന വിവാദ സാഹചര്യങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ ആഭ്യന്തര സമിതി തന്നെ, ഈ 3-അംഗ സമിതി തന്നെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ തലത്തിൽ പോകട്ടെ എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മാടായി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ പരസ്യപ്പോര് അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ അത് നേതൃതലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പരസ്യപ്പോര് അവസാനിപ്പിക്കാൻ സാധിച്ചെങ്കിൽ പോലും അണിയറയിൽ ഇപ്പോഴും ഈ വിഷയം സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടുകൾക്കെതിരെ, VD സതീശൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസിൽ ഒരു മറുചേരി വളരെ ശക്തമാകുന്നു. അത് ഗ്രൂപ്പുകൾക്ക് അതീതമായി ഈ VD സതീശനെതിരെ ഒരു നിലപാട് ശക്തമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ നേതൃമാറ്റം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു വിഭാഗം നേതാക്കൾ. അതിനിടയിലാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ എം കെ രാഘവനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ മാടായി കോളേജ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമായതിനു ശേഷം, അതായത് ഈ പരസ്യ പ്രതികരണങ്ങൾ അടക്കം സജീവമായതിനു ശേഷം ആദ്യമായാണ് എം കെ രാഘവൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇരുവരും രാമനിലയത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിഷയം ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ്. രമേശ് ചെന്നിത്തല ഈ കൂടിക്കാഴ്ചയെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് നമ്മൾ അടിവരയിട്ട് പറയാനുള്ള കാര്യം, ഇദ്ദേഹത്തിന്റെ മുറിയിൽ ആ സമയത്ത് രമേശ് ചെന്നിത്തലയുമായി അടുപ്പമുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഇവർ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ടായിരുന്നു ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. ഒരു സൗഹൃദ സംഭാഷണമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നുവെങ്കിൽ അത് ആ മുറിക്കുള്ളിൽ തന്നെ ആകാമായിരുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ മാനമുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്ന് രാമനിലയത്തിൽ 4 മണിയോടുകൂടി നടന്നത്. പ്രവിത, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ. 7 ജോലികൾക്കാണ് ജലവിഭവ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ 7 ജോലികൾക്കാണ് ജലവിഭവ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അത് എന്തിനൊക്കെയാണ് എന്ന് ഈ രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ?
തീർച്ചയായും രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട് 7 ജോലികൾ അതെന്തൊക്കെയാണ് എന്നുള്ളത്. അതുകൂടാതെ അത് നടപ്പാക്കേണ്ടതും നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതടക്കം കൃത്യമായി പറയുന്നുണ്ട്. പ്രധാനമായി പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സർപ്ലസ് റെഗുലേറ്ററിൻ്റെ ഭാഗത്ത് ബോട്ട് അടുപ്പിക്കാനുള്ള ഭാഗം നിർമ്മിക്കണം. അതുകൂടാതെ അതിനുവേണ്ടി നിർമ്മിക്കുന്ന ഓരോ നിർമ്മാണത്തിനും എത്ര ചാക്ക് സിമൻറ്റ് കൊണ്ടുപോകാം, എത്ര മെറ്റൽ കൊണ്ടുപോകണം തുടങ്ങിയ അളവ് ഉൾപ്പെടെയാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതുകൂടാതെ IB ക്വാർട്ടേഴ്സിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണം. കൂടാതെ ക്യാമ്പ് കോളനി, പെരിയാർ ഡാമിൻ്റെ ക്യാമ്പ് കോളനിയിലെ സാനിറ്ററി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. കൂടാതെ ഡാമിൻ്റെയും ഒപ്പം സ്പിൽവേയുടെയും അടക്കം സിമൻറ്റ് പ്ലാസ്റ്ററിംഗ് അടക്കം നടപ്പാക്കണം. തുടങ്ങിയവയാണ് ഈ 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങൾക്കും എത്ര ചാക്ക് സിമൻറ്റ് കൊണ്ടുപോകണം, എത്ര മണൽ കൊണ്ടുപോകണം, എത്രയാണ് മെറ്റൽ കൊണ്ടുപോകാനുള്ള അനുമതി, എത്രയാണ് കമ്പി തുടങ്ങിയവയെല്ലാം കൃത്യമായി ടേൽസിൻ്റെ എണ്ണം അടക്കം ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ രീതിയിലാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. 9 നിബന്ധനകളുമുണ്ട്. അതായത് രാവിലെ 6 മണി മുതൽ രാത്രി 6 മണി വരെ മാത്രമേ ചെക്ക് പോസ്റ്റുകളിലൂടെ ഇത്തരത്തിൽ ഈ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. രാത്രി സമയങ്ങളിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. എപ്പോഴാണ് ഈ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നത്, ആ കൊണ്ടുപോകുമ്പോഴുള്ള അളവുകൾ കൃത്യമായി ആദ്യം തന്നെ സർക്കാരിനെ അറിയിച്ച് അതിന് അനുമതി വാങ്ങണം. അതിനുശേഷം മാത്രമേ ചെക്ക് പോസ്റ്റിലൂടെ കടത്തിവിടുകയുള്ളൂ. 2 ചെക്ക് പോസ്റ്റുകളിലും കൃത്യമായി പരിശോധനയുണ്ടാകും. തേക്കടി, വള്ളക്കടവ് എന്നീ ചെക്ക് പോസ്റ്റുകളിൽ ഈ അനുവദനീയമായ അളവിൽ തന്നെയാണോ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നത് എന്നതടക്കമുള്ള പരിശോധനകളുണ്ടാകും. കൂടാതെ വന നിയമങ്ങൾ കൃത്യമായി പാലിച്ചു വേണം ഈ ഡാം സൈറ്റിലേക്ക് പോകാൻ. കൂടാതെ ഒരു പുതിയ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനും അനുവദിക്കാൻ കഴിയില്ല. ഈ നേരത്തെ ഉത്തരവിൽ പറയുന്നതിന് പ്രകാരമുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രമേ കൊണ്ടുപോകാനും അനുവദിക്കുകയുള്ളൂ. അതിന് മുകളിൽ ഒരു നിർമ്മാണ സാമഗ്രികളും കൊണ്ടുപോകാനും അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ മാസം 11-ാം തീയതിയാണ് ഉത്തരവിറങ്ങിയത്. എന്തായാലും ആദ്യഘട്ടത്തിൽ, അതായത് ഈ മാസം തന്നെ 6-ാം തീയതി തമിഴ്നാട് ഒരു അപേക്ഷ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാരിനെ സമീപിച്ചിരുന്നു. വ്യക്തമാണ്. എന്തായാലും കേരളം അനുമതി നൽകാത്തത് വലിയ വിവാദവുമായിരുന്നു. പിന്നീട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒടുവിൽ മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്. RSSനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച് ലോക്സഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടനയിൽ ഇന്ത്യയെക്കുറിച്ച് ഒന്നുമില്ല എന്ന് സവർക്കർ പറഞ്ഞതിനെ BJP നേതാക്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഭരണഘടനയല്ല, മനുസ്മൃതിയാണ് പിന്തുടരേണ്ടത് എന്നും സവർക്കർ പറഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി. Mr. Savarkar has clearly stated in his writings that there is nothing Indian about our constitution. He has clearly stated that the book India is run by should be superseded by this book. രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ BJP നേതാക്കൾ രംഗത്ത് വന്നു. ഭരണഘടനയെ അട്ടിമറിച്ചവരാണ് കോൺഗ്രസ് എന്നതാണ് വിമർശനം. इस हाउस में मैं बहुत ईमानदारी से बोलना चाहता हूं, 550 से ऊपर रियासतें थी, सबको सरदार पटेल ने हैंडल किया, सब भारत में मिल गए, एक को नेहरू जी ने हैंडल किया, बाद में नरेंद्र मोदी को ठीक करना पड़ा. ये है कि भारत के आम इंसान को, आम नागरिक को भारत की नीति तय करने का अधिकार देना. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അതിരൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോൾ എന്തായിരുന്നു BJP നേതാക്കളുടെ പ്രതികരണം? ഒപ്പം തന്നെ എന്താണ് ഇന്ന് സഭയിൽ സംഭവിച്ചത്? പ്രവിത, രാഹുൽ ഗാന്ധി തന്റെ ചെറിയ ഒരു പ്രസംഗമാണ് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നടത്തിയത്. അതിൽ പ്രധാനമായും BJPക്കെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന സ്ഥിരം ആരോപണങ്ങൾ അത് മറ്റ് വാചകങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുകയായിരുന്നു. സവർക്കർക്കെതിരായ വിമർശനം, ഒപ്പം തന്നെ ഈ സഭാ കാലയളവിൽ ഉന്നയിച്ച അദാനി കോഴ, കൂടാതെ സമ്പൽ സംഘർഷം, ഹത്രാസ് വിഷയം,
മണിപ്പൂർ സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നുള്ളത്. അദ്ദേഹം ഏകലവ്യന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെ ബന്ധിപ്പിച്ചത്. ഒപ്പം തന്നെ ജാതി സെൻസസ് എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അത് എന്തു വന്നാലും നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിരോധം തീർത്തത് പ്രധാനമായും ഇന്ദിരാഗാന്ധിയുടെ പേരുപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ നടപ്പാക്കിയതിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ ചെയ്തത് എന്ന വിമർശനമാണ് BJP ഉന്നയിച്ചത്. BJPയുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ രവിശങ്കർ പ്രസാദ് ഒപ്പം തന്നെ അനുരാഗ് താക്കൂർ എന്നിവർ രണ്ടുപേരും ഭരണഘടന മുൻനിർത്തി അടിയന്തരാവസ്ഥ പ്രധാന ആയുധമാക്കി ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും ആക്രമിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് മറുപടിയായിക്കൊണ്ട് സവർക്കർക്കെതിരായ വിമർശനത്തിൽ അതിന് മറുപടിയായി ശിവസേന അംഗം ശ്രീനാഥ് ഷിൻഡെ ഈ വിഷയത്തിൽ ഇന്ദിരാഗാന്ധി നേരത്തെ സവർക്കറെ പ്രകീർത്തിച്ചുള്ള വാചകം ഉദ്ധരിച്ചു. അതിന് മറുപടിയും രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നോട് ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് സവർക്കർ ബ്രിട്ടീഷുകാരുമായി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്. ഈ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. വൈകിട്ട് 5:45 പ്രധാനമന്ത്രി 5:45 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ മറുപടി പറയുമെന്നാണ് ബൽറാം നെടുങ്ങാടി നൽകുന്ന വിവരം. എറണാകുളം തൃപ്പൂണിത്തുറ പാവക്കുളങ്ങര ക്ഷേത്രക്കുളത്തിൽ 13കാരൻ മുങ്ങി മരിച്ചു. കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് അപകടം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കുട്ടി ഒറ്റയ്ക്കാണോ ക്ഷേത്രക്കുളത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? പ്രവിധ 4:30 സംഭവം. സുഹൃത്തുക്കളുമായി കുളിക്കാൻ വേണ്ടി പാവങ്കുളം ക്ഷേത്രക്കുളത്തിലേക്ക് എത്തിയതാണ് റോൺ. ഇതിനിടയിലാണ് റോണും സുഹൃത്തും കുളത്തിൽ മുങ്ങിപ്പോയത്. തുടർന്ന് മറ്റു കുട്ടികൾ ഒച്ച വെച്ചതോടുകൂടി നാട്ടുകാരെത്തി റോണിന്റെ സുഹൃത്തിനെ കരയ്ക്ക് കയറ്റി. പക്ഷേ റോണിനെ രക്ഷപ്പെടുത്താനായില്ല. 13 വയസ്സായിരുന്നു റോണിന്റെ പ്രായം. തൃപ്പൂണിത്തുറ തെക്കുംഭാഗം സ്വദേശിയാണ്. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവിധ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പാറശാല കാരോട് കഴക്കൂട്ടം ബൈപ്പാസിന് സമീപം കാർ തലകീഴായി മറിഞ്ഞു. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെയുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, അമിത വേഗമാണോ ഈ അപകടത്തിന് കാരണമായത്? അതായത് പാറശാല ഊരമ്പ് റോഡിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഇത്തരത്തിലൊരു കാറ് അമിത വേഗതയിൽ വരികയും നിയന്ത്രണം നഷ്ടമായി മറ്റൊരു കാറിൽ ഇടിച്ച് തലകീഴായി മറിയുന്നതാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ ഈ അപകടം ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ 2 കാറുകൾക്കിടയിൽ അവർ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അപകടത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള പരിക്കുകളുമില്ല. ഈ മറഞ്ഞു വീണ വാഹനത്തിലുള്ള ആളുകൾ നിസ്സാരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയൊരു അപകടമാണ് ഒഴിവായതെന്നാണ് ഇതിൻ്റെ ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും മറ്റും ഇന്നാണ് പുറത്തു വരുന്നത്. അമിത വേഗതയാണോ മറ്റ് കാര്യങ്ങളാണോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. മഴക്കാലമൊക്കെയാണ്, റോഡിലും മറ്റും ഈ അപകടങ്ങൾ കൂടുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ എന്തായാലും ഈ അപകടത്തിൽ കാർ ഡ്രൈവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ ഗുരുതരമായ പരിക്കുകളിൽ. ഒപ്പം തന്നെ ഈ സ്ത്രീ വളരെ അത്ഭുതകരമായാണ് റോഡ് സൈഡിൽ നിന്ന് ഈ സ്ത്രീ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്തായാലും കാറിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് നിയന്ത്രണം നഷ്ടമാകാനെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ അപകടത്തിൽ ഗുരുതരമായ പരിക്കില്ല ആളുകൾക്ക് എന്നത് തന്നെയാണ്. ശരിയാണ്, ആ സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ വലിയൊരു അത്യാഹിതം നടക്കുമായിരുന്നു എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം പാറശാല കാരോട് കഴക്കൂട്ടം ബൈപ്പാസിന് സമീപമാണ് കാർ തലകീഴായി മറിഞ്ഞത്. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഇന്നലെ ഉണ്ടായ അപകടമാണ്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചത്.